എന്താണ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഹരിപ്പാടിൻ്റെ മണ്ണിലാണ്. അവിടെ മണ്ണാറശാല അമ്പലത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അനന്തനും വാസുകിയും നാഗയക്ഷിയും ഒക്കെയുള്ള നാഗരാജാവിൻ്റെ ഈ ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് കാണാൻ വന്നത്. ഹരിയുടെ പാദം പതിഞ്ഞ ഹരിപ്പാടിൻ്റെ മണ്ണിൽ സർവൈശ്വര്യം വിളങ്ങുന്ന ഒരു കാവുണ്ട്. 9 ഏക്കർ പ്രദേശത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാവ്. ആദിയും അന്തവും ഇല്ലാതിരുന്ന കാലം മുതൽക്ക് മനുഷ്യൻ ആരാധിച്ചു വന്നതാണ് നാഗദൈവങ്ങളെ. എന്നാൽ സാക്ഷാൽ നാഗരാജാവ് കിഴക്കോട്ട് ദർശനമായി നാടിനും മക്കൾക്കും സർവ്വ ഐശ്വര്യം വിളങ്ങുന്ന മണ്ണാറശാല. ഇവിടെ എത്തുമ്പോൾ മനുഷ്യൻ പ്രകൃതിയായി മാറുന്ന ഒരു ഫീൽ, അതുതന്നെയാണ് ഈ മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ക്ഷേത്രത്തോട് ചേർന്നുള്ള ഇല്ലത്തിൻ്റെ നിലവറയിൽ നാഗരാജാവായ അനന്തൻ കുടികൊള്ളുന്നു. മണ്ണാറശാല ഇല്ലത്തെ തലമുതിർന്ന സ്ത്രീയാണ് വലിയമ്മ. നാഗരാജാവിൻ്റെ അമ്മയുടെ സ്ഥാനമാണ് ഈ വലിയമ്മയ്ക്ക്. ഉരുളി കമഴ്ത്തിയിട്ട് ഒരുപാട് പേർക്ക് സന്താന സൗഭാഗ്യം കിട്ടിയ ചരിത്രവും പറയാനുണ്ട് കേരളത്തിലെ അതിപുരാതനമായ ഈ കാവിന്. വാസുകിയും സർപ്പയക്ഷിയും നാഗചാമുണ്ടിയും ഇവിടെ പ്രധാന പ്രതിഷ്ഠകളായിരിക്കുമ്പോൾ തന്നെ മഹാഗണപതി, ഭദ്രകാളി, ദുർഗ, പരമശിവൻ, ശ്രീധർമ്മശാസ്താവ് എന്നിവരും ഉപദേവതകളായിട്ട് ഇവിടെയുണ്ട്. തുലാമാസത്തിലെ ആയില്യനാളിനാണ് ഇവിടെ പ്രധാനം. അപ്പോൾ എന്തായാലും ചന്തം പോലെ മറ്റൊരു കാഴ്ചയുമായി വീണ്ടും കാണാം.